ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ ബിരിയാണി. ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ചെറുനാരങ്ങ, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി. ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചതിന് ശേഷം മാറ്റി വെക്കുക. പിന്നെ മസാല തയ്യാറാക്കാൻ 3 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അതിലേക്ക് റൈസ് തയ്യാറാക്കാൻ പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ, കുറച്ച് ജീരകം. ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടതിന് റൈസ് തയ്യാറാക്കാൻ ഇത് എല്ലാം കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച്, കുറച്ചല്ല, നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ നീരെല്ലാം ചേർത്ത് അരി അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. ഒരു വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഈ അരി വെന്ത് കിട്ടാൻ. അതെടുത്ത് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം മൂപ്പിക്കണം. 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം മൂപ്പിച്ച് മാറ്റി വെക്കുക. മസാല തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അത് ഉള്ളി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മാറ്റി വെക്കുക. നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അത് വെന്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഉള്ളി, മൂപ്പിച്ച ഉള്ളി അതിലേക്കിട്ട് പിന്നെ നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ഇടുക. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസ് അതിൻ്റെ മുകളിലിട്ടു. പിന്നെ കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ടു. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു, ചെറുനാരങ്ങ നീരൊഴിച്ചു, കുറച്ച് മല്ലിയില വിതറി, കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മൾ ബിരിയാണി മസാല കുറച്ചൊന്ന് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് നമുക്ക് ചെറു തീയിൽ വെച്ച് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല സൂപ്പർ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക.